ഇന്ന് നമുക്കൊരു ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 12 ചെറിയ ഉള്ളി, 8 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് പുളി ഇവ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കാം. ആദ്യം നമുക്കൊരു ചെറിയ ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ കടുകെല്ലാം പൊട്ടിക്കുന്ന ചെറിയ ചട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ ചട്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വലിയ പാനാണെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കാനേ പറ്റും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് ചേർക്കാം. നമുക്ക് ആദ്യം ഒരു മുളക് ഒന്ന് ഫ്രൈ ചെയ്യണം. ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്ന സമയത്ത് മുളക് കരിഞ്ഞു പോകും. ഇപ്പം മുളക് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ഈ ഉള്ളി ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കളറൊന്നും മാറി വരണ്ട. ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. ഇതിലേക്ക് മുളകും പുളിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരണം. ഇപ്പം മുളകും കറിവേപ്പിലയും ഉള്ളിയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റാം. നമ്മളിത് വഴറ്റിയെടുത്ത് ചമ്മന്തി തയ്യാറാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ഫ്രൈ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും. അതല്ല നിങ്ങൾക്ക് ഇനി ഒരുപാട് വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിനെ കൊണ്ട് ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പുളി നിങ്ങളെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ടുള്ള പുളി എടുത്താൽ മതി. നമുക്കിതിന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുളി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ പുളി കൂടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ചമ്മന്തി ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഒരുപാട് അരയരുത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.